വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ ഈ ഇൻസൈറ്റ് എക്സിബിഷന്റെ സ്വാഗത സംഘം ചെയർമാനും ഇതിന്റെ വൈജ്ഞാനിക സമ്മേളനങ്ങളുടെ സമാപന സെഷനിലെ അധ്യക്ഷനുമായ ബഹുമാനായ സൂഫി ഹാജി, ഈ എക്സിബിഷനോട് ഇതിന്റെ തുടക്കം മുതൽ ഇതിന്റെ ഒരു സഹകാരിയായി പ്രവർത്തിച്ചു വരുന്ന ബഹുമാനായ ഖാലിദ് ഹാജി, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്യരുള്ള കാരണവന്മാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ ഞായറാഴ്ച ഏകദേശം ഇതേ സമയത്ത് ആരംഭിച്ച് ഇന്നിവിടെ സമാപിക്കാൻ പോകുന്ന മഹാത്ഭുതം ഖുർആൻ എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ എക്സിബിഷൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രബോധന ചരിത്രത്തിലെ വലിയൊരു അധ്യായമായി മാറിയിരിക്കുകയാണ്. ഇവിടെ ഇത് അവസാനിക്കാൻ നിൽക്കുമ്പോൾ വളരെ ഗൗരവപൂർണമായി നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, കഴിഞ്ഞ 8 ദിവസങ്ങളിലായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക സംസാരങ്ങളിലുടനീളം കേരളത്തിലെയും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെയും വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നും ഈ സമ്മേളനം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പതിനായിരങ്ങളോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിനും ഇവിടെ ഏതു മതവിഭാഗത്തിൽ ജീവിക്കുന്നവർക്കും ജീവിതത്തിന്റെ ശരിയായ ദിശ അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഈ ലോകത്തുണ്ട്. ഈ അവസരങ്ങളെ കാണാനും അകക്കണ്ണുകൊണ്ട് തിരിച്ചറിയാനും ഉൾക്കൊള്ളാനും എവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത് എന്ന് തിരിച്ചറിയാനുള്ള കാഴ്ചകളാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഈ കാഴ്ചകൾ ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രാസ്ഥാനികമായ സങ്കുചിത ചിന്തയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടതല്ല. ഈ എക്സിബിഷനും ഇതോടനുബന്ധിച്ച് ഇവിടെ നടന്ന ഓരോ സംസാരങ്ങളും ഏതെങ്കിലും ഒരു വ്യക്തികളുടെയോ സംഘത്തിന്റെയോ പ്രത്യേകമായ താൽപര്യങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നില്ല. മറിച്ച് അതിവിശാലമായ ലോകത്തെ പടച്ചു പരിപാലിക്കുന്ന പടച്ചതമ്പുരാന്റെ അവനിൽ നിന്ന് അവതീർണമായ വിശുദ്ധ ഖുർആനിലേക്ക് മുസ്ലിങ്ങളെല്ലാവരും ഒരേപോലെ അംഗീകരിക്കുന്ന, ഒരേപോലെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന, വ്യാഖ്യാനങ്ങളിലോ വിശദീകരണങ്ങളിലോ പോലും വേണ്ടത്ര കോൺട്രഡിക്ഷനുകളില്ലാത്ത, വൈരുദ്ധ്യങ്ങളില്ലാത്ത, വലിയ വൈരുദ്ധ്യങ്ങളില്ലാതെ എല്ലാവരും, മുസ്ലിം സമൂഹത്തിലെ എല്ലാവരും ഒരേപോലെ സ്വീകരിക്കുന്ന വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കേണ്ട, ആ വിശുദ്ധ ഖുർആനിനെ തിരിച്ചറിയേണ്ട കൃത്യമായ ഒരു രജതരേഖയാണ്, ഒരു പാതയാണ്, അതിലേക്കുള്ളൊരു വാതായനമാണ് ഇവിടെ സൃഷ്ടിക്കാൻ ഇതിന്റെ സംഘാടകർ ഉദ്ദേശിച്ചത്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നു, കഴിഞ്ഞ 8 ദിവസങ്ങളിൽ ഈ എക്സിബിഷന്റെ സ്റ്റാളുകളിലൂടെ കടന്നുപോയ ഓരോരുത്തരും അതിന് സാക്ഷികളാണ്. ഈ എക്സിബിഷൻ ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ ശബ്ദം കേട്ടവർ അതിന് സാക്ഷികളാണ്. ഈ എക്സിബിഷന്റെ സന്ദേശം മനസ്സിലാക്കി കേരളത്തിന്റെ തന്നെ, കൃത്യമായും കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തുനിന്നും ഈ എക്സിബിഷൻ ഒന്ന് കാണണമെന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ മലപ്പുറത്തോ കോഴിക്കോടോ പരിസര പ്രദേശങ്ങളിലോ വന്ന പല ആളുകളും ഇവിടെ എത്തിച്ചേരുകയും ഈ എക്സിബിഷന്റെ സ്റ്റാളുകളിലൂടെ അവർ കടന്നുപോവുകയും ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ ഈ ഒരു എക്സിബിഷനും അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളും
താൽക്കാലികമായി വിരാമം കുറിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് സമൂഹത്തോട് അത്യുച്ചത്തിൽ പറയാനുള്ള ഒരു സന്ദേശം, യഥാർത്ഥത്തിൽ ഇവിടെ വന്ന ആളുകളും ഈ സംസാരം കഴിഞ്ഞ 8 ദിവസമായി ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നവരും പലപ്പോഴും ആശങ്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. മുസ്ലിം സമൂഹത്തിൽ ഇത്ര മഹോന്നതമായ ഒരു ഗ്രന്ഥമുണ്ടായിട്ട്, മുസ്ലിം സമൂഹത്തെ മുഴുവൻ യോജിപ്പിക്കാവുന്ന ഇത്ര വലിയൊരു പാശമുണ്ടായിട്ട്, കയറുണ്ടായിട്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അവൻ ഇറക്കി വെച്ചിട്ടുള്ള എല്ലാവർക്കും ചേർന്നു പിടിക്കാവുന്ന ഒരു ഏകകമുണ്ടായിട്ട് എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ ഭിന്ന സ്വരങ്ങൾ ഉണ്ടാകുന്നു എന്ന് തീർച്ചയാണ്. ഞങ്ങൾ ആ സംശയത്തെ വളരെ നല്ല മനസ്സോടുകൂടി ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നവരാണ്. ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിലെ ഒരാൾക്കും ഈ വിശുദ്ധ ഖുർആൻ ഇവിടെയുള്ള കാലത്തോളം ഖിയാമത്ത് നാൾ വരെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്തുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ ഇത്തരം ചിന്താ വ്യതിയാനങ്ങൾ കടന്നുവന്നു? അവിടെയാണ് ഗൗരവപൂർണമായ നേരത്തെ ഇവിടെ നടന്ന സംസാരത്തിന്റെ ബാക്കിപത്രമായി നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ട അർത്ഥവത്തായ ചില കാര്യങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടത്. ഈ ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം അവതരിപ്പിക്കുന്നത് ഇതൊരു പരീക്ഷണമാണ് എന്നാണ്. കേവലമായ കളികളിലും തമാശകളിലും വിനോദങ്ങളിലും അവസാനിച്ചു പോകേണ്ടതല്ല ഈ ജീവിതം. മറിച്ച് ഗൗരവപൂർണമായ ചിന്തകളിലൂടെ, നമ്മുടെ സൃഷ്ടാവിനെ കണ്ടെത്താനുള്ള പഠനങ്ങളിലൂടെ, മനനങ്ങളിലൂടെ മുന്നോട്ടു പോകേണ്ടതാണ് ജീവിതമെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നത്. അല്ലദീ ഖലഖലകുമുൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. മരണവും ജീവിതവും നമുക്ക് വേണ്ടി സംവിധാനിച്ചവൻ, ആ മരണത്തെയും ജീവിതത്തെയും നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. ആരാണ് ഏറ്റവും നന്നായി ജീവിതത്തെ സമീപിക്കുന്നവൻ, ആരാണ് ഏറ്റവും നന്നായി മരണാനന്തര ലോകത്തേക്ക് തയ്യാറെടുക്കുന്നവൻ എന്ന് പരിശോധിക്കാൻ തന്നെയാണല്ലോ. ആ പരിശോധന നിർവഹിക്കുന്നിടത്ത് തീർച്ചയായും ചില പരീക്ഷണങ്ങൾ ഉണ്ടാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ നമ്മോട് പറഞ്ഞു വന്നല്ലോ, വമൻ യഇശ് മിൻ ബഅദി, എനിക്കു ശേഷം ആരെങ്കിലും ഈ ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അവൻ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. ഫസയറാ ഇഖ്തിലാഫൻ കസീറ, ധാരാളമായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവൻ കാണേണ്ടി വരും. അത് പ്രവാചക വചനമാണ്, അത് പ്രവാചകന്റെ ഉത്ബോധനമാണ്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാതെ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇവിടെ ഉണ്ട് എന്ന പേരിൽ വിഷമിച്ചു പോകേണ്ടവനല്ല വിശ്വാസി. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ, വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ രൂപപ്പെടുമ്പോൾ എന്തു ചെയ്യണം? ഇസ്ലാം കൃത്യമായ വര നമുക്ക് കാണിച്ചു വന്നിട്ടുണ്ട്. പ്രവാചകൻ നമ്മെ ഒരു രാത്രിയുടെ ഇരുളിലല്ല വിട്ടുപോയിട്ടുള്ളത്, മറിച്ച് പ്രകാശപൂരിതമായ, എവിടെ നിന്ന് നോക്കിയാലും ആർക്കും സുന്ദരമായി വീക്ഷിക്കാവുന്ന, ജീവിതത്തിൽ ഒരിക്കൽ പോലും തെറ്റിപ്പോകേണ്ടതില്ലാത്ത, ഒരു അണുവിൽ പോലും സംശയത്തോടുകൂടി നിലനിൽക്കേണ്ടതില്ലാത്ത വളരെ തെളിഞ്ഞ പാതയിലാണ് പ്രവാചകൻ നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. തറക്തുക്കും അലൽ മഹജ്ജത്തിൽ ബൈദാ, നിങ്ങളെ വെളുത്ത ഒരു പാതയിലാണ് നാം വിട്ടേച്ചു പോകുന്നത്. പ്രവാചകനാണല്ലോ നമ്മോട് പറഞ്ഞത്, ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ. അതിന്റെ രാവോ പകലോ വ്യത്യാസമില്ലാത്ത വിധം ആർക്കും സുവ്യക്തമായ, വളരെ വ്യക്തമായ, സുതാര്യമായ പാതയിലാണ് പ്രവാചകൻ നമ്മെ വിട്ടേച്ചു പോയിട്ടുള്ളത്. ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികുൻ, സ്വയം നാശമടയാൻ തീരുമാനിച്ചവനല്ലാതെ ആ വഴിയിൽ നിന്ന് മാറി നിൽക്കുകയില്ല എന്നാണ്. ഇത്തരമൊരു പ്രവചനം പ്രവാചകൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, പ്രവാചക കാലഘട്ടത്തിന് ശേഷം ഇസ്ലാമിക ലോകം അതിനു സാക്ഷിയായിട്ടുണ്ട്. ഇസ്ലാമിന്റെ യഥാർത്ഥ വഴിയിൽ നിന്ന് അമ്പ് വേട്ടമൃഗത്തിൽ തുളച്ചു കയറുന്നത് പോലെ ആ അമ്പ് എത്ര വേഗം വേട്ടമൃഗത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമോ അപ്രകാരം ഇസ്ലാമിക സമൂഹത്തിനുള്ളിൽ നിന്ന് വികൃതികളും സംഘങ്ങളും ആദർശങ്ങളും ആശയ കൂട്ടായ്മകളും പുറത്തുപോകാൻ സാധ്യതയുണ്ട് എന്ന് പ്രവാചകൻ നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചക കാലഘട്ടത്തിനു ശേഷം ജീവിക്കുന്ന ഓരോ മുസ്ലിമും ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. എവിടെയാണ് മുസ്ലിം സമൂഹത്തിന്
ആളിച്ചയുണ്ടാകുന്നത് എന്ന്, എവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പ്രവാചക കാലഘട്ടത്തിനു ശേഷമുള്ള ചരിത്രഘട്ടത്തിലേക്ക് നമ്മളൊരൽപ്പം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അവിടെ വേർതിരിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഖവാരിജുകൾ എന്ന പേരിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ ആ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അവരെ അംഗീകരിക്കാതെ ദൈവത്തിന്റെ വിധി മാത്രമാണ് ഇവിടെ നടപ്പിലാകേണ്ടത്, മനുഷ്യൻ അത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടതല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പറയാൻ മടിക്കുന്നതും എന്നാൽ അവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളിലുള്ളതുമായ ദൈവത്തിന്റെ വിധിയാണ് നമ്മുടെ ഭൂമിയിൽ നടക്കേണ്ടത് എന്നും മനുഷ്യരുടെ വിധികർത്തൃത്വമല്ല ഭൂമിയിൽ നടക്കേണ്ടത് എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ താത്വികാചാര്യൻ മൗലാന മൗദൂദി ഏതൊരായത്താണോ ഇത്തരം ആശയം സ്ഥാപിക്കാൻ വേണ്ടി 1941കളിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ചെലവഴിക്കാൻ ശ്രമിച്ചത്, അതേ ആയത്തിന്റെ കഷ്ണം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തിന്റെ കഷ്ണമോദി 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക ലോകത്ത് നിന്ന് പുറത്തുപോകാൻ ശ്രമിച്ചവരുണ്ട്. അവരെ തിരിച്ചു വിളിക്കാൻ, അവരെ ഇസ്ലാമിക വീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രവാചകന്റെ അനുയായിയായിരുന്ന വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ പ്രവാചകൻ അല്ലാഹുവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച തർജുമാനുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെട്ട ഹിബറു ഹാദിഹിൽ ഉമ്മ എന്നറിയപ്പെട്ട മുഫസ്സിരീങ്ങളുടെ തലവൻ എന്നറിയപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. സ്വാഭാവികമായി സ്വഹാബത്തിനിടയിൽ താബിഉകൾക്കിടയിൽ ചില ആളുകൾക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ വ്യതിയാനങ്ങളും ഉണ്ടായപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി ചർച്ചയ്ക്കിരിക്കുകയും അവർ പറഞ്ഞ ആശയ വ്യതിയാനങ്ങളിൽ നിന്ന് ഓരോന്നോരോന്നായി അവരെ തിരിച്ച് വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും പാതയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ആ ചരിത്രത്തിന്റെ പിൻഫലത്തിൽ നിന്നുകൊണ്ടായിരിക്കണം ഇസ്ലാമിക സമൂഹത്തിന്റെ വ്യതിയാനങ്ങളെയും ഇസ്ലാമിക സമൂഹത്തിൽ വിവിധ കക്ഷിത്വങ്ങളും വിവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളതിനെ നമ്മൾ ഓരോരുത്തരും പരിഗണിക്കേണ്ടത്. ചരിത്രം അവിടെ തീരുന്നില്ല. ഹിജ്റ 4ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ല കടന്നു വരുന്നതിന് മുമ്പ് ഹിജ്റ 2ാം നൂറ്റാണ്ടിൽ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ നാട്ടിലെ ഭരണാധികാരികളെയും അദ്ദേഹത്തിന്റെ നാട്ടിലെ ഭരണാധികാരികളോട് യോജിച്ചു പോകുന്നവരോടും പല വിഷയങ്ങളിലും വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ചർച്ചകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അവർ ഇസ്ലാമിക വീതിയിൽ നിന്ന് തെറ്റിപ്പോകുമ്പോൾ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് വ്യാപകമായ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാതെ സമൂഹത്തിനെ ബാധിക്കുന്ന പ്രകൃതിപരമായ പാരിസ്ഥിതികമായ വിഷയങ്ങളെക്കുറിച്ചൊന്നും ആലോചിക്കാതെ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് തന്നെ കാര്യമായി ആലോചിക്കാതെ അഭൗതിക ജീവികളെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ വിഷയങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ആശയപരമായ ചർച്ചകൾ എല്ലാ കാലഘട്ടങ്ങളിലും ഇസ്ലാമിക ലോകത്ത് നടന്നിട്ടുണ്ട്. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല ചരിത്രത്തിൽ ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്, ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ നാമം 10,000-കണക്കിന് ആളുകൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം അന്നത്തെ ഭരണകൂടത്തോടും അന്നവിടെയുണ്ടായിരുന്ന നേതാക്കന്മാരോടും ഇസ്ലാമികമായ ഒരു വിഷയത്തിൽ കാർക്കശ്യതയോടുകൂടിയുള്ള സമീപനത്തിലേക്ക് കടന്നു വരണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ചൊരു ചർച്ച അവിടെ ഉണ്ടായി. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണോ അതോ അള്ളാഹുവിന്റെ കലാമാണോ? അന്നത്തെ അറിയപ്പെടുന്ന പണ്ഡിതന്മാരും അന്നത്തെ രാജാവിനോട് ഒട്ടിനിൽക്കുന്നവരും വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന ഇസ്ലാമിക ലോകത്തിന് അതേവരെ പരിചയമില്ലാതിരുന്ന പ്രവാചകന്റെ ഹദീസുകളുടെ പിൻബലമില്ലാത്ത വാദമുയർത്തി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1400 ചില്ലാനം വർഷങ്ങൾക്കു ശേഷം നമ്മൾ ഇന്നൊരു പക്ഷേ ആ ചർച്ചയെക്കുറിച്ച് ഒരു സാധാരണക്കാരൻ കേൾക്കുമ്പോൾ പലപ്പോഴും അയാൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട്, എന്തിനൊരു ചർച്ച? ഇസ്ലാമിക ലോകത്ത് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അതോ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണോ എന്ന ഒരു ചർച്ചക്കെന്തു പ്രസക്തി എന്ന്. പക്ഷേ ചർച്ച നടന്നിട്ടുണ്ട്. ഗൗരവതരമായ ആശയ സംഘടനകൾ നടന്നിട്ടുണ്ട്. രാജാവിനെ ബോധ്യപ്പെടുത്താൻ
രാജാവിന്റെ ശിങ്കിടികൾ ഓതിക്കെടുക്കുന്ന ദുർമന്ത്രങ്ങൾക്കപ്പുറത്ത് പ്രമാണങ്ങളിലേക്ക് അന്നത്തെ ഭരണാധികാരികൾ കടന്നുവരാതിരുന്നപ്പോൾ അതിന്റെ പേരിൽ അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ല തുറുങ്കിലടക്കപ്പെട്ടിട്ടുണ്ട്. ചാട്ടവാറുകൊണ്ടുള്ള അടിയേറ്റു വാങ്ങപ്പെട്ടിട്ടുണ്ട്. ചരിത്രത്തിൽ എന്തിനു സംഭവിച്ചു? അവസാനം ഇസ്ലാമിക ലോകം മുഴുവൻ പ്രമാണബദ്ധമായ ആശയങ്ങളിലേക്ക് തിരിഞ്ഞു നടന്നപ്പോൾ ചരിത്രത്തിൽ എന്തു സംഭവിച്ചു? ഇന്ന് നമ്മൾ അഹ്മദ് ഇബ്നു ഹംബലിന്റെ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പേര് ലോകത്തുടനീളമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും പ്രയോക്താക്കളും സലഫി സമൂഹവും ഗൗരവപൂർണമായ വിശകലനത്തിനും ചർച്ചകൾക്കും വിധേയമാക്കുമ്പോൾ അപ്പുറത്തു നിന്നിരുന്ന, അദ്ദേഹത്തെ എതിർത്തിരുന്ന, വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദിക്കാൻ വെമ്പൽ കൊണ്ടിരുന്ന ആളുകളിൽ ആരുടെയെങ്കിലും പേര് ചരിത്രത്തിൽ എവിടെയെങ്കിലും പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ടോ? ഇല്ല. എന്തേ കാരണം? ഇസ്ലാമിക വീഥിയിൽ ചരിക്കുന്നവർക്ക്, ഇസ്ലാമിക വീഥിയിൽ മുന്നോട്ടു പോകുന്നവർക്ക്, സലഫു സ്വാലിഹുകളുടെ അഭിപ്രായങ്ങൾ മുഖവിലക്കെടുത്ത് മുന്നോട്ടു പോകുന്നവർക്ക് സ്വാഭാവികമായ ചില പ്രതിസന്ധികൾ ഉണ്ടായാലും ആത്യന്തികമായി പടച്ച തമ്പുരാനാണ് ഈ ലോകത്ത് നമ്മുടെ പേരും, ഈ ലോകത്ത് നമ്മുടെ താല്പര്യങ്ങളും, ഈ ലോകത്ത് നമ്മുടെ ആദർശവും നിലനിർത്തി തരേണ്ടത്. അതവൻ നിലനിർത്തി തരും. ഇസ്ലാമിക ലോകത്ത് ദുആവുമായി ബന്ധപ്പെട്ട്, പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് ആദ്യം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ കാലഘട്ടത്തിലാണ്. പലപ്പോഴും ഈ കൗൺസിലിംഗ് റൂമുകളിൽ, ഈ എക്സിബിഷനിലൂടെ സന്ദർശിച്ച് മുസ്ലിം സമുദായത്തിന്റെ വ്യതിയാനത്തിന്റെ കാരണങ്ങൾ എന്തെന്ന് വേണ്ടത്ര മനസ്സിലാക്കപ്പെടാതെ പോയ സഹോദരങ്ങൾ, വ്യാഖ്യാന വിധേയമായ ഖുർആൻ വ്യാഖ്യാനിക്കുന്നിടത്ത് പരിഗണിക്കേണ്ട അടിസ്ഥാനപരമായ കാരണങ്ങളെയും ഘടകങ്ങളെയും കുറിച്ച് തിരിച്ചറിയുമ്പോൾ അവർ ഇവിടെയുള്ള ഗൈഡൻസ് സെന്ററുകളിൽ വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഇബ്നു തൈമിയല്ലേ ഇസ്തിഗാസയെ ആദ്യമായി എതിർത്തത് എന്ന്? അല്ല. യഥാർത്ഥത്തിൽ ഇബ്നു തൈമിയ റഹിമഹുല്ല എന്ന മുജദ്ദിദ് ജീവിച്ച കാലഘട്ടത്തിലാണ് ആദ്യമായി ഇസ്ലാമിന്റെ പേരിൽ ഇസ്തിഗാസ അനുവദനീയമാണ് എന്ന കാഴ്ചപ്പാടുകൾ സുബുക്കിയെ പോലെയുള്ള ആളുകൾ ഉന്നയിച്ചത്. അങ്ങനെയുള്ള ആളുകൾ ഖുറാഫാത്തും സൂഫിസവും ഷിആയിസവും പ്രചരിപ്പിക്കാൻ വേണ്ടി ഷിആയിസത്തിന്റെ കുപ്പായമെടുത്തണിഞ്ഞ് ഇസ്ലാമിക ലോകത്തേക്ക് കടന്നുവരികയും ഖബർ പൂജയെയും ഖബറാരാധനയെയും ഖബർ പെട്ടിപ്പൊക്കുന്നതിനെയും മൺമറഞ്ഞ മഹാത്മാക്കളോട് ആരാധിക്കുന്നതിനെയും പ്രാർത്ഥിക്കുന്നതിനെയും പുതിയ പേരിട്ട് ഇസ്തിഗാസ എന്ന പേരിട്ട്, ഓമന പേരിട്ട് വിളിക്കാൻ ശ്രമിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ ശരിയല്ല എന്നാദ്യം പറയാൻ ശ്രമിച്ചത് ഇബ്നു തൈമിയ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ പരസ്പരമുള്ള ആശയ സംവേദനങ്ങളും സംഘട്ടനങ്ങളും നടന്നിട്ടുണ്ട്. ഇസ്ലാമിക ലോകത്ത് സുബുക്കിയെ ആരും പരിചയപ്പെട്ടിട്ടില്ല. തർക്ക കുതർക്കങ്ങളുടെ രംഗത്ത് ഏതെങ്കിലും ഷിആ അനുകൂലികൾ ഉന്നയിക്കുന്ന പേരിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു പ്രാമാണികമായ ഗ്രന്ഥത്തിൽ സുബുക്കി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിലുടനീളം, ഇസ്ലാമിക പ്രമാണങ്ങളിലുടനീളം ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ പേരും, ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ആഹ്വാനങ്ങളും, ഇബ്നു തൈമിയ റഹിമഹുല്ലയുടെ ഇസ്ലാമിനെ തിരിച്ചറിയാനുള്ള ഉപദേശങ്ങളും എന്തുകൊണ്ട് ഇന്നും ലോകത്ത് പരാമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ഇസ്ലാമിനെ ദുർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിടത്ത് നിന്ന് കൈപിടിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്ന അർത്ഥത്തിൽ. ഹിജറ 1100കളിൽ, 100കളിലും 200കളിലുമാണ് ഇന്നത്തെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ, ഉയൈനയിൽ, ഹിജാസിൽ ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി കടന്നുവരുന്നത്. അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചിട്ടോ, അദ്ദേഹം ഒരു ആശയ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടോ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പറയുകയല്ല ചെയ്തത്. മറിച്ച് ഇസ്ലാമികമായ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും ഇമാം ഇബ്നു തൈമിയ റഹിമഹുല്ല അടക്കമുള്ള ആളുകൾ എഴുതിയ ഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോവുകയും ചെയ്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലക്ക് അദ്ദേഹത്തിന്റെ നാട്ടിൽ അന്നുണ്ടായിരുന്ന അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അംഗീകരിക്കാൻ സാധിച്ചില്ല. ഗർഭിണികളാകാൻ സാധ്യതയില്ല എന്ന് കരുതപ്പെട്ടിരുന്ന സ്ത്രീകൾ അറേബ്യയിൽ, സൗദിയിൽ, മക്കയുടെ തൊട്ടടുത്ത് വിശുദ്ധ ഖുർആനിൽ അവതീർണമായിടത്ത് ഒരു മരത്തെ കെട്ടിപ്പിടിച്ച് ഞങ്ങൾക്ക് സന്താനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദാരുണമായ സ്ഥിതിയിലേക്ക് മുസ്ലിം സമൂഹം ആപതിച്ചപ്പോൾ അവരെ തിരിച്ച് കൈപിടിച്ചുയർത്താനുള്ള ശ്രമങ്ങൾ സ്വാഭാവികമായി ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ജീവിതത്തിലുണ്ടായി.
അതിനെ എതിർക്കാനും ആളുകളുണ്ടായി. പക്ഷേ ചരിത്രം ഇന്ന് 400 വർഷങ്ങൾക്കിപ്പുറം ചരിത്രം ഓർമ്മിക്കുന്നത് ഇബ്നു അബ്ദുൽ വഹാബിന്റെ അതല്ലെങ്കിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അവിടെ നൽകാൻ ശ്രമിച്ച വിശുദ്ധ ഖുർആനിന്റെ പ്രവാചക ചരിത്രത്തിന്റെ ആശയങ്ങൾക്ക് കിട്ടിയ ആവേശോജ്വലമായ സ്വീകരണത്തിന്റെ താല്പര്യം എന്താണ്? വിശുദ്ധ ഖുർആൻ, പ്രവാചകചര്യ, സലഫു സ്വാലിഹുകൾ അതിനെ മനസ്സിലാക്കിയ രീതിയിൽ ആളുകൾക്കിടയിലേക്ക് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായി അവിടെയുണ്ടായ മുഴുവൻ ആളുകളും എതിർത്തിട്ടും ഒരു വലിയ ജനപദത്തെ മാറ്റി തീർക്കാനും ആധുനിക സൗദി അറേബ്യയുടെ സൃഷ്ടിക്കും ആ സൗദി അറേബ്യ ഇന്ന് ലോകത്ത് ഖുർആനാണ് ഞങ്ങളുടെ ദസ്തൂർ, പ്രവാചകന്റെ ഹദീസാണ് ഞങ്ങളുടെ ഭരണഘടന എന്ന് പ്രഖ്യാപിച്ച് അതിൽ കാര്യമായ മാറ്റങ്ങൾ ആർക്കും അവകാശപ്പെടാനില്ലാത്ത രൂപത്തിൽ മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പരിശ്രമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി ആർക്കാണ് അതിനെ വിമർശിക്കാൻ സാധിക്കുക? ന്യായത്തോടുകൂടി ആർക്കാണ് അതിനെ എതിർക്കാൻ സാധിക്കുക? പ്രമാണബദ്ധമായി ആർക്കാണ് അതിൽ തെറ്റുണ്ടെന്ന് സ്ഥാപിക്കാൻ സാധിക്കുക? സഹോദരങ്ങളെ, ഈ ആശയധാരകൾ പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ആശയ വ്യതിയാനങ്ങളും ഉണ്ടായപ്പോൾ അവയെ തിരുത്താൻ കാലഘട്ടങ്ങളിൽ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പ്രവാചകന്റെ പ്രവചനമാണ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബദ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായ സാഹചര്യത്തിലാണ്. ഫസയഊദു കമാ ബദ, ആ ആരംഭിച്ച സാഹചര്യം ചരിത്രത്തിൽ ആവർത്തിക്കുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് ആവർത്തിച്ചുകൊണ്ടേ ഇരുന്നിട്ടുണ്ട് ചരിത്രത്തിൽ. ആ ആവർത്തനങ്ങളുടെ കാലഘട്ടങ്ങളിലെല്ലാം ഫതൂബാലിൽ ഖുറബ, അപരിചിതമെന്ന് തോന്നാവുന്ന ചില ആശയങ്ങളുമായി ആളുകൾ കടന്നുവരും. സ്വാഭാവികമാണ്. കാലഘട്ടത്തിന്റെ അന്നത്തെ ചുറ്റുപാടുകളുടെ ആളുകൾ മുഴുവൻ മുഴുകിയിരിക്കുന്ന ഭൗതിക പ്രമത്തതയുടെ താൽപര്യങ്ങൾക്ക് ഒരുപക്ഷെ ഒറ്റനോട്ടത്തിൽ എതിരായിരിക്കാം ഇസ്ലാമിന്റെ സന്ദേശം. പ്രവാചകൻ വന്നപ്പോൾ 1000 അല്ലെങ്കിൽ 300 ചില്ലാനം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന അവർ ഒറ്റ ദൈവത്തിലേക്ക് കടന്നു വരാൻ പറഞ്ഞപ്പോൾ അവർ ചോദിച്ച ചോദ്യം അതാണല്ലോ. അത്ഭുതകരമായിരിക്കുന്നു മുഹമ്മദിന്റെ വർത്തമാനം. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ ആരാധ്യന്മാരെയെല്ലാം ഒന്നിലേക്ക് ചുരുക്കാനാണോ നീ ശ്രമിക്കുന്നത് എന്ന്. സ്വാഭാവികമാണ് ആ ചോദ്യം ലോകത്തെല്ലാ പ്രവാചകന്മാരും മുജദ്ദിദുകളും സലഫു സ്വാലിഹുകളും ദുആത്തുകളും പണ്ഡിതന്മാരും കേട്ട ചോദ്യമാണ്. സ്വാഭാവികമായി ആ ചോദ്യം കേൾക്കപ്പെടുന്നു എന്നത് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് കേരളത്തിലുണ്ടായിരുന്ന അതിന്റെ അടിസ്ഥാനപരമായ ഔന്നത്യവും ഔദ്ധ്യത്വവും. മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ ചോദിച്ചിരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇവിടെയുള്ള സമസ്തയുടെ ആളുകൾ ചോദിച്ചിരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തോട് ഇവിടെയുള്ള തബ്ലീഗുകാർ പലപ്പോഴും ഒറ്റയ്ക്ക് ചോദിച്ചിരുന്നത്, മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കുന്ന ഓരോ ആശയ ധാരയിലുള്ള ആളുകളും ചോദിച്ചിരുന്നത്, മുമ്പുള്ള ആളുകൾ പറയാത്ത പുതിയൊരു കാര്യമാണല്ലോ നിങ്ങൾ പറയുന്നത് എന്നാണ്. അത് തന്നെയാണ് പ്രവാചകന്മാർ കേട്ട ചോദ്യമെന്ന ഔന്നത്യ ബോധത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരെയും പണ്ഡിതന്മാരെയും ഈ പ്രമാണത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്ന സാധുക്കളായ പ്രവർത്തകരെയും എന്നും ആ ഔന്നത്യ ബോധത്തിലേക്ക് ആനയിച്ചതും. സഹോദരങ്ങളെ, കേരളത്തിലെ സാഹചര്യവും വ്യത്യസ്തമല്ല. ഇവിടെ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു മുശാവറ കൂടി, ഒരു യോഗം കൂടി ഉണ്ടായി മുളച്ചു പൊന്തി വന്ന് ഏതു പേരിടണമെന്ന് തീരുമാനിച്ച പ്രസ്ഥാനമല്ല മുജാഹിദ് പ്രസ്ഥാനം. മറിച്ച് ചരിത്രത്തിന്റെ അനിവാര്യതയായി, ചരിത്രത്തിന്റെ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന, തെക്കൻ തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ഷെയ്ഖ് മാഹിൻ അമദാനി, ആലപ്പുഴ ജില്ലക്കാരനായ മാഹിൻ അമദാനി തങ്ങളും, കൊടുങ്ങല്ലൂർക്കാരനായ KM മൗലവിയും, ഉത്തര കേരളക്കാരനായ EK മൗലവിയും, മലബാറിലെ പണ്ഡിതന്മാരും ഇവരാരും പരസ്പരം അറിഞ്ഞിരുന്നു എന്നതിന്, ഇവരാരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്നതിന് ചരിത്രപരമായ രേഖകളില്ല. പക്ഷേ 1900കളുടെ തുടക്കത്തിൽ ഈ പണ്ഡിതന്മാർക്കിടയിലെല്ലാം ഒരേ ചിന്തകൾ കടന്നു വന്നു. ആ ചിന്തയുടെ മർമ്മം എന്താണ്? ഏട്ടിലുള്ളത് നാട്ടിലില്ല, നാട്ടിലുള്ളത് ഏടുകളിൽ കാണുന്നില്ല എന്ന ചിന്ത തന്നെയായിരുന്നു. തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന KM മൗലവി കാത്തിബ് മുഹമ്മദ് മൗലവിയായി പരിണമിച്ചതിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. അദ്ദേഹം ഓതിയ കിതാബുകളിൽ, ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ കിതാബുകളിൽ, ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ കിതാബുകളിൽ
പൂർവികരായ പണ്ഡിതന്മാരുടെയും സലഫു സ്വാലിഹുകളുടെയും കിതാബുകളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധ ഖുർആനിന്റെ ആധികാരികമായ തഫ്സീറുകളിൽ, ഇസ്ലാമികമായ കാര്യങ്ങളെ വിശദീകരിച്ച കാര്യങ്ങളിൽ പലതും നാട്ടിൽ കാണുന്നില്ല. നാട്ടിൽ നടക്കുന്ന ചാവടിയന്തിരവും, നാട്ടിൽ നടക്കുന്ന മാലമൗലിദുകളും, നാട്ടിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങളും, നാട്ടിൽ ഇസ്ലാമികമായി പറഞ്ഞു കേൾക്കപ്പെടുന്ന പോരിശക്കഥകളും, മാലകളും മൗലൂദുകളും കുപ്പിപ്പാട്ടുകളും പക്ഷിപ്പാട്ടും അദ്ദേഹം ഓതിയ കിതാബുകളിൽ കാണാൻ സാധിക്കാതിരിക്കുമ്പോൾ ആ കിതാബുകളിലുള്ളതിലേക്ക്, ആ ഗ്രന്ഥങ്ങളിലുള്ളതിലേക്ക് സമൂഹത്തെ വഴി നടത്താനുള്ള ശ്രമമാണ് തയ്യിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ, അതല്ലെങ്കിൽ അന്നത്തെ സുന്നി സമൂഹത്തിന്റെ വക്താവായിരുന്ന KM മൗലവി ചെയ്തത്. അദ്ദേഹം തിരൂരങ്ങാടിയിൽ അത് തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴാണ് ചരിത്രത്തിന്റെ അനിവാര്യതയായി KM മൗലവിയായി അദ്ദേഹത്തിന് മാറേണ്ടി വന്നത്. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന സമസ്തയുടെ ആളുകൾ പോലും അനാവശ്യമായി പേര് വലിച്ചഴച്ച് അവരുടെ നവോത്ഥാനത്തിന്റെ ആളായി പലപ്പോഴും പറയപ്പെടുന്ന MCC സഹോദരന്മാരെന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ 3 പണ്ഡിതന്മാരുടെ, ഇന്നും മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാരും നേതാക്കന്മാരുമായ ആളുകളുടെ പിതാമഹൻ, ആ കുടുംബത്തിന്റെ പിതാമഹൻ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹം ഇസ്ലാമികമായി മനസ്സിലാക്കിയ കാര്യം, ഈ ദീൻ നിലനിൽക്കണമെങ്കിൽ, ഈ ദീനിന്റെ കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുകയും ആലോചിക്കുകയും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യണമെങ്കിൽ ഇവിടെ വളർന്നു വരുന്ന തലമുറക്ക് ദീനീ വിജ്ഞാനം നൽകപ്പെടണം. അതിന് ദീൻ നൽകപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകണം. ദീനിയായ ശരിയായ കാഴ്ചപ്പാടുകൾ പഠിപ്പിക്കപ്പെടുന്ന സിലബസ് ഉണ്ടാകണം. അതിനുവേണ്ടി മദ്രസ എന്ന സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി. കേവലമായ ഒരു ഷെഡുണ്ടാക്കി കുറച്ച് കുട്ടികളെ പഠിപ്പിക്കണമെന്ന താൽക്കാലികമായ എന്തെങ്കിലും ഉദ്ദേശമല്ല ചാലിലകത്തിനുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഭൗതിക ലാഭമായിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മദ്രസ പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിനെ കൊണ്ടെത്തിച്ചിരുന്നത് എങ്കിൽ, വാഴക്കാട് ഇന്ന് ദാറുൽ ഉലൂം സ്ഥിതി ചെയ്യുന്ന വിശാലമായ സ്ഥലത്ത് അന്ന് ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി തുടങ്ങിയ മദ്രസയെ ചുട്ടുകരിച്ച് അദ്ദേഹത്തെയും കുട്ടികളെയും രാക്കുരാമാനം അവിടെ നിന്ന് ആട്ടിപ്പറഞ്ഞയച്ച സമസ്തയുടെ ആളുകളുടെ ആട്ടൽ കൊണ്ട് അദ്ദേഹം ആ മദ്രസ പ്രസ്ഥാനം നിർത്തിവെക്കണമായിരുന്നു. അദ്ദേഹം എന്തുകൊണ്ട് നിർത്തിയില്ല? അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ലക്ഷ്യം, ഈ ദീൻ ഇവിടെ നിലനിന്നു വരണമെങ്കിൽ എത്ര ആട്ടും തുപ്പും സഹിച്ച്, എത്ര കഷ്ടതകളും സഹിച്ച്. സഹോദരങ്ങളെ, KL 55A 8601 എന്ന വാഹനം അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. ആ ഹോട്ടലിന് അത് പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. KL 55A 8601 മിംസ് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ സമീപം നിർത്തി നമ്മളുടെ പ്രവർത്തകരുടെ ആരുടെ വാഹനമാണെങ്കിൽ അവിടെ നിന്ന് മാറ്റി കൊടുക്കും. സഹോദരങ്ങളെ, മദ്രസ പ്രസ്ഥാനത്തിന്റെ താല്പര്യം യഥാർത്ഥത്തിൽ ദീനറിഞ്ഞു വളരുന്ന ഒരു തലമുറയോടെ സൃഷ്ടിക്കപ്പെടണം എന്നതായിരുന്നു. MK ഹാജിയും KM മൗലവിയും KM സീതി സാഹിബും അടക്കമുള്ള ആളുകൾ തിരൂരങ്ങാടിയിൽ യതീംഖാനയ്ക്ക് വേണ്ടി, JDT ഇസ്ലാം എന്ന യതീംഖാനയ്ക്ക് പുറമെ തിരൂരങ്ങാടിയിൽ ഒരു യതീംഖാന സ്ഥാപിക്കണം 1921 കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുത്തപ്പോൾ 500 രൂപ മഹാനായ ഉമർ മൗലവിയുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് പോലെ വളരെ തുച്ഛമായ ഒരു സംഖ്യ മാസം വേണ്ടിവരുമെന്ന് പറഞ്ഞപ്പോൾ 50 രൂപ പോലും കയ്യിലില്ലാത്ത അവർ പിന്നോട്ട് പോയി. എന്തേ കാരണം? അവരുടെ മുമ്പിൽ ഉദാത്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ആ പ്രവർത്തനത്തിന് വന്നത്. യതീംഖാനയുടെ ശില്പികൾ കേരളത്തിൽ ഞങ്ങളാകണം, യതീംഖാനെ കൊണ്ടു നടക്കുന്നവർ ഞങ്ങളാകണം എന്ന ഭൗതികമായ ചിന്തയുടെ താല്പര്യമല്ല അവരെ നയിച്ചത്. MK ഹാജി എന്ന മഹാനായ സാത്വികൻ അദ്ദേഹത്തിന്റെ വീട് യതീംഖാനയ്ക്ക് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചതിന്റെ പിന്നിലുള്ള ചേതോവികാരം ഈ സമൂഹത്തെ വലിയ ഔന്നത്യപൂർണമായ ലക്ഷ്യത്തിലേക്ക് നയിക്കണമെന്ന താല്പര്യമായിരുന്നു. KM സീതി സാഹിബ് ഫറൂഖ് കോളേജ് ഉണ്ടാക്കുമ്പോൾ, അബു സബാഹ് മൗലവി റൗദത്തുൽ ഉലൂം ഉണ്ടാക്കുമ്പോൾ, MCC സഹോദരന്മാർ മദീനത്തുൽ ഉലൂം ഉണ്ടാക്കുമ്പോൾ, KP മുഹമ്മദ് മൗലവി അൻസാർ അറബി കോളേജ് ഉണ്ടാക്കുമ്പോൾ, സ്ഥാപനങ്ങളും അറബി കോളേജുകളും മദ്രസകളും ഇസ്ലാമികമായി ഇവിടെ കടന്നു വരണമെന്ന് താല്പര്യപ്പെട്ടപ്പോൾ അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന ലക്ഷ്യം അത്യപാരമായിരുന്നു.
ആ ലക്ഷ്യം സഹോദരങ്ങളെ നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ചരിത്രത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നിർവഹിക്കപ്പെട്ട് അവസാനിക്കാനുള്ളതല്ല ആ ലക്ഷ്യം. അതിവിടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. KM മൗലവിയും KM സീതി സാഹിബും ഇവിടെ രാഷ്ട്രീയപരമായി മുസ്ലിം സമൂഹത്തിന് ഔന്നത്യപൂർണമായ നേതൃത്വം നൽകേണ്ട സംവിധാനം ഉണ്ടാകണമെന്ന് ആലോചിച്ചപ്പോൾ അതിന്റെ മുന്നിൽ നിൽക്കേണ്ടവർക്കുള്ള ധാർമ്മികത കൃത്യമായി വ്യവച്ഛേദിച്ചിട്ടുണ്ട്. ലക്ഷ്യമുണ്ടായിരുന്നു അവർക്ക്. ആ ലക്ഷ്യങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട്, ആ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകാനാണ് നമ്മൾ എന്നും ശ്രമിച്ചിട്ടുള്ളത്. കേരള ജംഇയ്യത്തുൽ ഉലമ ഇസ്ലാമികമായ കാര്യങ്ങളെ സമൂഹത്തിൽ പച്ചയായി പരാമർശിക്കണമെന്ന് താൽപര്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ടു പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേരള നദുവത്തുൽ മുജാഹിദീൻ 1950 രൂപീകരിക്കപ്പെട്ടത്. അന്നത്തെ KM മൗലവി മുസ്ലിം സമൂഹത്തോട് പറഞ്ഞ ഫത്വകൾ, അദ്ദേഹം മുസ്ലിം സമൂഹത്തിന് നൽകിയ സതുപദേശങ്ങൾ ഇന്നും പുസ്തക രൂപത്തിൽ നമുക്ക് വാങ്ങിക്കാനും വായിക്കാനും കിട്ടും. അവരുടെ ജീവിത ശൈലി, അവരുണ്ടാക്കിയ മുസ്ലിം സമൂഹത്തിനുണ്ടാക്കിയ ജീവിത കാഴ്ചപ്പാടുകൾ, ആ കാഴ്ചപ്പാടുകളിൽ നിന്ന് എവിടെയോ വെച്ച് നമുക്കല്പം ട്രാക്ക് മാറ്റമുണ്ടായിട്ടുണ്ട് എന്നത് ചരിത്രത്തിൽ നമ്മൾ ഇന്ന് വിലയിരുത്തുന്നതല്ല, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വിലയിരുത്തിയത് തന്നെയാണ്. KM മൗലവിയുടെയും EK മൗലവിയുടെയും വക്കം മൗലവിയുടെയും കാലഘട്ടത്തിലുണ്ടായിരുന്ന നീണ്ട താടിയും ഇസ്ലാമിക വസ്ത്രധാരണ രീതിയും ഇസ്ലാമിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഹദീസുകളെയും മതിപ്പോടുകൂടി കാണുകയും ചെയ്തിരുന്ന മഹാസാത്വികന്മാരായ പണ്ഡിതന്മാർ അവരുടെ കാലഘട്ടത്തിനു ശേഷം 1960കളിലും 70കളിലും കേരളത്തിൽ കടന്നുവന്ന ചേകനൂർ മൗലവിയുടെ ആശയങ്ങൾ, കേരളത്തിലെ ഒരു പരിഷ്കരണ സംരംഭമായി ചേകനൂർ മൗലവി സ്വന്തം ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ ചേകനൂർ മൗലവിയുടെ ആശയം. നമുക്കറിയാം, ഈജിപ്തിൽ നിന്ന് കടമെടുത്ത തന്റെ ആശയങ്ങൾ അറബ് ലോകത്ത് പ്രചരിപ്പിക്കാൻ ബ്രിട്ടീഷ് ചാരന്മാരായ ഓറിയന്റലിസ്റ്റുകൾ ശ്രമിച്ച ആശയങ്ങൾ വളരെ വളരെ ബോധപൂർവം കേരളത്തിൽ അവതരിപ്പിക്കാൻ ചേകനൂർ മൗലവി ശ്രമിച്ചു. ബോധപൂർവമാണോ എന്നറിയില്ല. വായനയുടെയും പഠനത്തിന്റെയും ആകൃഷ്ടതയിൽപ്പെട്ട് CN അഹമ്മദ് മൗലവി, അദ്ദേഹം ഇസ്ലാമിക ലോകത്തിന് ഒരുപക്ഷെ ഗണനീയമായ സംഭാവനകൾ ഒരു കാലഘട്ടത്തിൽ അർപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ, ഹദീസുകളുടെ വ്യാഖ്യാനത്തിൽ ഇസ്ലാമിക ലോകത്ത് ഒരു പണ്ഡിതനും സ്വീകരിക്കാത്ത ദുർവ്യാഖ്യാനങ്ങളും ദുർന്യായങ്ങളും മുജാഹിദ് വേദി എന്ന ലേബലിൽ പലപ്പോഴും കേരളത്തിൽ അവതരിപ്പിച്ചതിന്റെ സ്വാധീനം 50 വയസ്സിനപ്പുറത്തും 45 വയസ്സിനപ്പുറത്തും ജീവിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. പ്രത്യേകിച്ചും ഈ മലപ്പുറം ജില്ലയുടെ പരിസര പ്രദേശങ്ങളിൽ ചേകനൂർ മൗലവിയെ സ്നേഹിച്ചവരും ചേകനൂർ മൗലവിയെ കൊണ്ടു നടന്നവരും ചേകനൂർ മൗലവിയെ കൊണ്ട് വാദപ്രതിവാദങ്ങൾ നടത്തിയവരും ചേകനൂർ മൗലവിക്ക് കുടുംബജീവിതം നൽകിയവരും വരെ നമ്മളുടെ നാട്ടിൻപുറങ്ങളിലുണ്ട്. അവർ സ്നേഹിച്ചിരുന്നു അദ്ദേഹത്തെ. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ ആശയങ്ങൾക്കിടയിൽ ഹദീസിനോടുള്ള പ്രതിബദ്ധത അല്പം ദുർബലമാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആ ആശയങ്ങൾക്കിടയിൽ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ ദുർവ്യാഖ്യാനങ്ങൾ കടത്തിക്കൂട്ടാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങൾ അറിയാതെ നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് കടന്നുവന്നു. അത് തിരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ബഹുമാനായ ഹുസൈൻ മടവൂരടക്കമുള്ള ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിൽക്കുകയും തങ്ങളുടേതായ കാഴ്ചപ്പാടുകൾ ഇന്ന് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സഹോദരങ്ങൾ 1980കൾ മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിൽ ശക്തമായി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വാഭാവികമായി അവരുടെ ഉസ്താദുമാരുടെയും അവരുടെ ശൈഖുമാരുമായ സയ്യിദ് കുത്തുബിന്റെയും അതേപോലെ തന്നെ ഫലസ്തീനിലും ഈജിപ്തിലും രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും അഭയം തേടാനും വേണ്ടി സൗദി അറേബ്യയിലേക്ക് കുടിയേറുകയും അവിടെയുള്ള പല യൂണിവേഴ്സിറ്റികളിലും അധ്യാപകരായി മാറുകയും ചെയ്ത അധ്യാപകരുടെ സ്വാധീനത്താൽ ഇസ്ലാമിനെ ഒരു ഇഖ്വാനി ചിന്തയോടുകൂടി തിരിച്ചറിഞ്ഞ സഹോദരങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വക്താക്കളായി കടന്നു വന്നപ്പോൾ 1960കളിലും 50കളിലും സജീവമായ ദീനീ സാഹചര്യത്തിൽ ജീവിച്ചു വന്നിരുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാർ 1990കളിലേക്കും 1980കളുടെ അവസാനത്തിലേക്കും എത്തിയപ്പോൾ അവരുടെ മുഖത്തെ താടിരോമങ്ങൾ ഉൽപ്പതിഷ്ണുത്വത്തിന്റെ ഭാഗമായി നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു.
അവരുടെ കാഴ്ചപ്പാടുകളിൽ ദിശാവ്യതിയാനങ്ങൾ കണ്ടു. ആ ദിശാവ്യതിയാനത്തിനെയും ആ കാഴ്ചപ്പാടുകൾക്കുമെതിരെയുള്ള ഗൗരവപൂർണമായ സംഘട്ടനമാണ് 1995 മുതൽ 2002 വരെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നത്. ആ സംഘട്ടനത്തിന്റെ സംഘട്ടനത്തിന്റെ ശരിയായ ഇസ്ലാമിക വഴിയിലേക്കും സലഫിയത്തിന്റെ മാർഗത്തിലേക്കും തിരിച്ചുകൊണ്ടുവരാനുള്ള ആശയ സമരത്തിന്റെ ഫലമായി തന്നെയാണ് 2002 ഞങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ സാധ്യമല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മടവൂർ വിഭാഗം ഈ സന്ദേശ സരണിയിൽ നിന്ന് പിരിഞ്ഞുപോയത്. അതിനുശേഷം 2002 മുതൽ 2012 വരെയുള്ള വർഷം 10 വർഷം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിഞ്ഞു നടക്കലിന്റെ സന്ദർഭമായിരുന്നു. തൗഹീദിലേക്ക് സുന്നത്തിലേക്ക് എന്ന പ്രമേയം ഉദ്ധരിച്ചുകൊണ്ട് എറണാകുളത്ത് നമ്മൾ സംഘടിപ്പിച്ച എറണാകുളത്ത് 5ാം മുജാഹിദ് സമ്മേളനം, ആ മുജാഹിദ് സമ്മേളനം കേരളക്കരക്ക് നൽകിയ സന്ദേശം ഒരു തിരിഞ്ഞു നടക്കലിന്റേതായിരുന്നു. അസ്മാഉ വസിഫാത്ത് എന്ന തൗഹീദിൽ ഗൗരവപൂർണമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം ഒരു സമ്മേളനത്തിന്റെ ഗൗരവപൂർണമായ വേദിയിൽ ആദ്യമായി ഒരുപക്ഷേ ചർച്ച ചെയ്യപ്പെട്ടത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ ആ സമ്മേളനത്തിലായിരിക്കും. ഹദീസുകളുടെ വിമർശനങ്ങളും അവക്കുള്ള പരിഹാരങ്ങളുമെന്ന വിഷയം ഗൗരവപൂർണമായി ചർച്ച ചെയ്യപ്പെട്ടത് ഒരുപക്ഷെ ആ സമ്മേളനത്തിലായിരിക്കും. അവിടെ നിന്ന് തിരിഞ്ഞു നടത്തത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു മുജാഹിദ് പ്രസ്ഥാനത്തിലെ യുവാക്കളും ചെറുപ്പക്കാരും. അവരുടെ മുഖത്ത് താടിരോമങ്ങൾ കടന്നുവന്നു. അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റങ്ങളുണ്ടായി. അവർ രാഷ്ട്രീയത്തിൽ ധാർമ്മികതയോടുകൂടി ഇടപെട്ടു. അവർ പൊതുസമൂഹത്തിൽ ധാർമ്മികതയുണ്ടാക്കാൻ മുന്നിൽ നിന്നു. അവർ ഈ സമൂഹത്തിന്റെ ഒരു മേഖലയിൽ നിന്നും മാറി നിന്നിട്ടില്ല. ഡോക്ടർമാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വർദ്ധിക്കുകയാണുണ്ടായത്. എഞ്ചിനീയർമാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ വർദ്ധിക്കുകയാണുണ്ടായത്. 100ഉം 200ഉം ആളുകളെ കൊണ്ട് 996കളിൽ MSM ആരംഭിച്ച പ്രോഫ്കോൺ ഇന്ന് 10,000-കണക്കിന് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി കേരളത്തിലെ മറ്റൊരു വിദ്യാർത്ഥി സംഘടനക്കും സംഘടിപ്പിക്കാൻ സാധിക്കാത്ത വിധം ഇവിടെയുള്ള മുഴുവൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കും മാതൃകാപരമായി പ്രോഫ്കോണുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചതിന്റെ പിന്നിൽ സമൂഹത്തിൽ നിന്ന് ഉൾവലിയലുകളായിരുന്നില്ല. ഫോക്കസ് എന്ന പേരിൽ ISMന്റെ നേതൃത്വത്തിൽ നടന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്കുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചതിന്റെ പിന്നിൽ സമൂഹത്തിന്റെ എല്ലാ ധാരകളിലേക്കും ഇറങ്ങാനുള്ള ആഹ്വാനങ്ങളായിരുന്നു. ഈ ആഹ്വാനങ്ങളിലൂടെ കടന്നുവന്ന് നന്മയിലേക്ക് തിന്മക്കെതിരെ എന്ന കോഴിക്കോട് കടപ്പുറത്ത് സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തോടുകൂടി സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഇസ്ലാം വെളിച്ചമാണ്, ഇസ്ലാമിനെ അറിയുക, പ്രവാചകനെ അറിയുക തുടങ്ങിയ 100കണക്കിന് ആളുകളിലേക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ സാധ്യതയുണ്ടാക്കിയ ക്യാമ്പയിനുകൾ, പ്രവാചകനെ അധിക്ഷേപിക്കാൻ കാർട്ടൂൺ എഴുതിയപ്പോൾ, കാർട്ടൂൺ വരച്ചപ്പോൾ ലോകം മുഴുവൻ ആ കാർട്ടൂൺ വരച്ച ആളുടെ തലക്ക് ഇന്ത്യ രാജ്യത്ത് നിന്നുപോലും കോടികൾ വില പറഞ്ഞപ്പോൾ മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായ സമീപനം സ്വീകരിച്ച് പ്രതികരിച്ചത്. ആ പ്രതികരണങ്ങൾക്ക് ഫലമുണ്ടായി, ആ പ്രതികരണങ്ങൾക്ക് മാറ്റമുണ്ടായി. ആ മാറ്റത്തിന്റെ വഴിയിലൂടെ കടന്നുവന്ന നമ്മൾക്കിടയിൽ ഇപ്പോൾ ചില ആശയക്കുഴപ്പങ്ങളും ആശയവ്യതിയാനങ്ങളും ബോധപൂർവം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സഹോദരങ്ങളെ, ഈ ഇൻസൈറ്റ് എക്സിബിഷൻ നഗരിയിലേക്ക് ആശങ്കയോടുകൂടി കടന്നു വന്നവരുണ്ട്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തെ ഏതോ ഒരു അകത്തളങ്ങളിലേക്ക് കൊണ്ടുപോകാൻ, സമൂഹത്തിന്റെ പൾസറിയാതെ ജീവിക്കുന്ന ഏതോ വിഭാഗമായി മാറാൻ ശ്രമിക്കുന്ന ആരുടെയോ ചില കുൽസിതമായ ശ്രമങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട്. അവർ ഈ എക്സിബിഷൻ സ്റ്റാളിലേക്ക് കയറി ഇതിലെ ഓരോ സെഷനുകളിലൂടെയും കടന്നുപോയപ്പോൾ മനസ്സുകളോടാണ് അത് സംവദിച്ചത്. മനസ്സുകളിലാണ് മാറ്റമുണ്ടായത്. അവരുടെ മനസ്സുകളോട് സംവദിച്ചു ഈ എക്സിബിഷൻ. അവർ കടന്നുവന്ന് ഞങ്ങളോട് അഭിപ്രായം പറയുകയുണ്ടായി. ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാണ്, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഒരാൾ പറഞ്ഞത്, ഞാൻ വിചാരിച്ചു ഇതേതോ അഭൗതിക സിട്ടികളെക്കുറിച്ചും അവരോട് സഹായാർത്ഥന നടത്തുന്നതിനെ കുറിച്ച് ന്യായീകരിക്കാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന്. സഹോദരങ്ങളെ, ആരെങ്കിലും കണ്ടോ? സംഘടനാപരമായ എന്തെങ്കിലും ഒരു
ആശയക്കുഴപ്പത്തിലേക്കോ സംഘടനാപരമായ എന്തെങ്കിലും ഒരു ബാലിശമായ താല്പര്യങ്ങളിലേക്കോ നയിക്കുന്ന എന്തെങ്കിലും ഒരു സംസാരം ഈ എക്സിബിഷന്റെ ഭാഗമായി ഇവിടെ നിന്നുണ്ടായോ? ഇല്ല സഹോദരങ്ങളെ. കാലങ്ങളായി നമ്മൾ ഏറ്റെടുക്കേണ്ട പടച്ചതമ്പുരാന്റെ റസൂൽ, പടച്ചതമ്പുരാൻ നമ്മെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം, ഇത് നിർവഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇവിടെ ഈ വിളക്കുമാടം അണയാതെ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കണം. അതിന് നമ്മളാണ് കാരണക്കാരെങ്കിൽ, അതിന് നമ്മളാണ് ഉത്തരവാദികളെങ്കിൽ, അതിന് നമ്മളാണ് മുന്നിൽ നിൽക്കേണ്ടതെങ്കിൽ നമുക്കതിന്റെ കൂലിയും നമുക്കതിന്റെ ഗുണവും പടച്ചതമ്പുരാന്റെ അടുക്കൽ നിന്ന് ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഒരു കൂട്ടായ്മ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇസ്ലാമിക നവോത്ഥാനത്തിൽ നമ്മൾ തുടങ്ങിവെച്ചതും നമ്മൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നതും നമ്മളുടെ ഭാഗമായി ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടതുമായ സംവിധാനങ്ങൾ ഇനിയും ശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കേണ്ടതുണ്ട്. സ്ഥാപനവൽക്കരിക്കപ്പെടേണ്ടതോ വ്യക്തിവൽക്കരിക്കപ്പെടേണ്ടതോ ആൾക്കൂട്ടങ്ങളുടെ പിന്നാലെ പോകേണ്ടതോ അല്ല നമ്മളുടെ ആശയ പ്രചാരണങ്ങളും നമ്മുടെ ദഅവാ സംവിധാനങ്ങളും. മറിച്ച് യഥാർത്ഥമായി ഈ ദീനിന്റെ സന്ദേശം കാലങ്ങളായി ഇവിടെ നിർവഹിക്കപ്പെടേണ്ടതുണ്ട്. അതിന് വ്യത്യസ്തങ്ങളായ സമൂഹം ഇവിടെ ഉയർന്നു വരേണ്ടതുണ്ട്. അവിടെ കാലം നമ്മോടാണ് അത് ആവശ്യപ്പെടുന്നത്. ഇസ്ലാമിനെയും ഇസ്ലാമിന്റെ ഹദീസുകളെയും പ്രവാചകന്റെ വചനങ്ങളെയും വിശുദ്ധ ഖുർആന്റെ ശരിയായ കാഴ്ചപ്പാടുകളെയും ഒന്നുകൂടി അത്യുച്ചത്തിൽ പറയേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിർവഹിക്കാനുള്ള ചങ്കൂറ്റവും അത് നിർവഹിക്കാനുള്ള ത്രാണിയും നമ്മൾ ഈ പ്രബോധന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ വലിയ ഉച്ചത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹുവിന്റെ സഹായമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്ത് കേവലമായ ഭൗതികമായ എന്തെങ്കിലും താല്പര്യങ്ങളോ മറ്റോ നമ്മളെ നയിച്ചിട്ട് ഈ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നമുക്കതൊരു ഗുണവും ചെയ്യുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എത്ര ചെറിയ ആൾക്കൂട്ടമോ സഹായങ്ങളോ ധനം നമുക്ക് നൽകാവുന്ന, സാമ്പത്തികമായി നമ്മളെ സഹായിക്കാവുന്ന സഹോദരങ്ങൾ ഇതുവരെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെയും ഇത്തരം ആശയങ്ങളെയും കൈയഴിഞ്ഞ് സഹായിച്ചിരുന്ന ആളുകൾ, അതേപോലെ തന്നെ വലിയ അളവിൽ ഇതിനെ പിന്തുണച്ചിരുന്ന ആളുകൾ, അവരെല്ലാവരും ഒരുപക്ഷെ ഈ ഒരു ആശയക്കുഴപ്പത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം. പക്ഷേ കാലം അത് തെളിയിക്കും. ഇവിടെ ജിന്നിനെ അടിച്ചിറക്കാനും ജിന്നിനോട് പ്രാർത്ഥിക്കാനുമുള്ള ക്ലിനിക്കുകൾ വരുമെന്നാണ് ചില ദുർബലമായ വാദമുള്ള അതേപോലെ തന്നെ സങ്കുചിതമായ മനസ്സുള്ള ആളുകൾ വാദിക്കുകയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഞങ്ങൾക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളതും അത്തരം സംസാരങ്ങൾ കേട്ട് പാവപ്പെട്ട ഈ മുജാഹിദ് പ്രവർത്തകന്മാരെ തെറ്റുധരിച്ച കണ്ണുകളോടുകൂടി നോക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കാത്തിരിക്കണമെന്ന് തന്നെയാണ്. 1-2 വർഷം നിങ്ങൾ കാത്തിരിക്കുക. കേരളത്തിൽ നിങ്ങൾ പലപ്പോഴും പല പ്രദേശങ്ങളും പറഞ്ഞു കേൾക്കപ്പെടുന്നുണ്ടല്ലോ. ആ പ്രദേശങ്ങളിലേക്ക് നിങ്ങളൊന്ന് കടന്നു ചെല്ലുക. അവിടെയുള്ള പള്ളികളിൽ നിങ്ങൾ അന്വേഷിക്കുക. അവിടെയുള്ള സാധുക്കളായ ആളുകളോട് നിങ്ങൾ ചോദിക്കുക. ഈ പറയപ്പെടുന്ന ആരോപണങ്ങളോ ഈ പറയപ്പെടുന്ന അനാവശ്യ സംസാരങ്ങളോ അത്തരം ആളുകളെ ഏതെങ്കിലും നിലക്ക് ബാധിച്ചിട്ടുണ്ടോ എന്ന് കേരളം കാണട്ടെ. കഴിഞ്ഞ 10 വർഷമായി മടവൂരികൾ ഞങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടത്, ബഹുമാനായ AP യെ പറ്റി പറഞ്ഞിട്ടുണ്ടത്, ബഹുമാനായ ഒരുപാട് പണ്ഡിതന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ടത്. അന്ന് പറഞ്ഞത് 10 കൊല്ലം മടവൂരികൾ നാക്കിട്ടടിച്ചിട്ട് കേരളത്തിൽ ഒരു ജിന്നു കേന്ദ്രം ഇവിടെയുള്ള അധികാരികൾക്ക് മുന്നിലോ ഇവിടെയുള്ള ആളുകൾക്ക് മുന്നിലോ കാണിക്കാൻ അവർക്ക് സാധിച്ചോ? ഇല്ല എങ്കിൽ നിങ്ങളും കണ്ണിലെണ്ണയൊഴിച്ച് അടുപ്പിൽ വെള്ളം വെച്ച് കാത്തിരുന്നുകൊള്ളൂ. ഏതെങ്കിലും ഒരു ജിന്നു കേന്ദ്രമോ ഏതെങ്കിലും ഒരു ജിന്നടിച്ചിറക്കുന്ന കേന്ദ്രമോ കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ആളുകൾ പറയും. ചരിത്രം നിങ്ങളോട് തിരുത്താൻ ആവശ്യപ്പെടും. പക്ഷേ സമയം വൈകുന്നതിനു മുമ്പ്, ആളുകൾ പറയുന്നതിനു മുമ്പ്, രോഗാവസ്ഥയായ അതേപോലെ തന്നെ അപകടങ്ങളിൽപ്പെട്ട് മരിക്കാൻ ഒക്കെ സഹോദരങ്ങളെ ഞാനും നിങ്ങളും വശംവദരാകേണ്ടവരാണ്. ആ സമയത്ത് ഇത് തിരുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ഓരോ മുജാഹിദ് പ്രവർത്തകരെയും കുറിച്ച് പറഞ്ഞ ആരോപണങ്ങളും അനാവശ്യമായ കാര്യങ്ങളും തിരുത്തപ്പെടാതെയാണ് നമ്മൾ ഓരോരുത്തരും. മുജാഹിദ് പ്രസ്ഥാനത്തിൽ തന്നെ ഒരു പണ്ഡിതൻ KNMന്റെ എക്സിക്യൂട്ടീവിൽ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാതൃഭൂമി പത്രത്തിൽ ബഹുമാനായ സക്കരിയ മൗലവി, സക്കരിയ സ്വലാഹി എനിക്ക് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നോ സഹായം തേടാമെന്നോ വാദമില്ല എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും തുറന്നു പറഞ്ഞിരിക്കെ ആ മാതൃഭൂമി പത്രം നാളെ പരലോകത്ത് കടന്നു വന്നാൽ ആരോട് മറുപടി പറയാൻ നമുക്ക് സാധിക്കുമെന്ന ആ ചോദ്യം അത് മുഴങ്ങുക തന്നെ ഇവിടെ ചെയ്യും. അത് മുഴങ്ങുക തന്നെ ചെയ്യും. പരലോകത്ത് ആ ചോദ്യം വരും. ഇവിടെ സാക്ഷിയായി നിൽക്കുന്ന കല്ലുകളും ഇവിടെ സാക്ഷിയായി
മഹതിയായ മരങ്ങളും ഇവിടെയുള്ള മനുഷ്യരും ഇവിടെയുള്ള മുഴുവൻ ജീവിവർഗങ്ങളും നാളെ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കും. അതിനു മുമ്പ് യാഥാർത്ഥ്യം തിരിച്ചറിയാനും നന്മയുടെ ഈ കൂട്ടായ്മയെ ഒരുമിപ്പിച്ച് ഒരേ ഐക്യത്തിൽ തൗഹീദിന്റെ പാതയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്തെങ്കിലുമൊക്കെ വീക്ഷണ വ്യത്യാസങ്ങളോ വ്യാഖ്യാനങ്ങളുടെ രംഗത്ത് എന്തെങ്കിലും പിഴവുകളോ അപ്പുറത്തോ ഇപ്പുറത്തോ എവിടെയെങ്കിലോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനാണ് എന്നും മുജാഹിദ് പ്രസ്ഥാനത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞത്. ബഹുമാനായ ഹുസൈൻ സലഫി അതാണ് പറഞ്ഞത്. ഇന്നും ആ അഭിപ്രായത്തിൽ നിന്ന് അപ്പുറത്ത് സംസാരങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പുറത്ത് സംസാരങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരസ്പരം ഇരുന്ന് ഈ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ച് പോകാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ ഇവിടെ വന്ന രാഷ്ട്രീയക്കാരോട് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അത്തരം അവസരങ്ങൾക്കും അത്തരം ദീനിന്റെ കാര്യത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനും മുസ്ലിം സമൂഹത്തിലെ ഏതൊരു സംഘടനയുടെ വിഷയത്തിലും താല്പര്യപ്പെടുന്നത് പോലെ സുന്നികളോട് ഞങ്ങൾക്ക് താല്പര്യമാണ്, മടവൂർ വിഭാഗത്തിലെ സഹോദരങ്ങളോട് ഞങ്ങൾക്ക് താല്പര്യമാണ്. ആരിൽ നിന്നും മാറി നിൽക്കാത്ത അതുപോലെ ആദർശപരമായ ചർച്ചയുടെയും തീരുമാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമ്മൾ മുജാഹിദ് പ്രവർത്തകന്മാർ ഒന്നിച്ചു പോകണമെന്ന് തന്നെയാണ് ഈ എക്സിബിഷനും ഇതിന്റെ സമ്മേളനങ്ങളും ആവശ്യപ്പെടുന്നത്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.